ഒക്ടോബർ മാസം 8-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവം നൽകുന്ന ഓരോ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനവും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ചില സത്യങ്ങൾ പഠിക്കാം, തിരുവചനത്തിലേക്ക് കടക്കാം. അത് ദൈവവചനമാണ്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമാണ്. പരിശുദ്ധാത്മാവ് നിവേശിതരായി എഴുത്തുകാരെഴുതിയ എഴുത്തുകളാണ്. അത് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്കത് പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഓരോ ആഴ്ചയിൽ നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഈ ദുഷ്ടലോകത്തിൽ, സാത്താൻ്റെ അധീനതയുള്ള ലോകത്തിൽ നിൻ്റെ സഭ ജീവിക്കുമ്പോൾ, നിൻ്റെ മക്കൾ ജീവിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് അടിയങ്ങളെ കാത്ത് പരിപാലിക്കുന്ന വലിയ ദൈവിക കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം അതിൻ്റെ ദുഷ്ടതയുടെ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ദൈവിക സത്യങ്ങൾ പറഞ്ഞു തരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയുടെ ഭാഗമായി കർത്താവ് പ്രത്യാശയോടെ ജീവിക്കുവാൻ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചു വരുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, അനാദിയും ശാശ്വതവുമായി നിത്യനായ ദൈവമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ ദൈവം തൻ്റെ പുത്രനെ ഒരു യഹൂദനായിട്ട് ജനിപ്പിച്ചു. അവൻ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. ചില സമയത്ത് 500-ൽ പരം പേർക്ക് ഈ ലേഖനങ്ങൾ, ഈ ചരിത്ര പുസ്തകങ്ങൾ പുതിയ നിയമം എഴുതുന്ന കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അപ്പസ്തോലന്മാരെയാണ് ദൈവം സഭയുടെ അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചത്. അവരുടെ ഉപദേശങ്ങളാണ് എൻ്റെ അടിസ്ഥാനം എന്നുള്ളതും മർമ്മപ്രധാനമായ വിഷയമാണ്. ആയതിനാൽ ദൈവം ആര്, ക്രിസ്തു ആര്, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണുന്നത് ക്രൈസ്തവ സഭകളിൽ, നാമധേയ ക്രൈസ്തവ സഭകളിൽ സഭയാണ് വലുത്. സഭയാണ് മനുഷ്യർക്ക് രക്ഷ നൽകുന്നത്. സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. സഭയാണ് കൃപ നൽകുന്നത്. സഭയുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വാസം ലഭിക്കുകയുള്ളൂ എന്നിങ്ങനെ തെറ്റായ ദുരുപദേശങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം അത്ഭുതകരമായ രീതിയിൽ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ സഭയുടെ നിർണായക ഉപദേശങ്ങൾ നമുക്ക് അല്പമായി പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ നാം ദൈവിക വെളിപ്പാടുകളിൽ
നിന്ന് നൽകപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് നൽകിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം സൃഷ്ടാവാണ് എന്നും അവൻ സൃഷ്ടിയിൽ അത്ഭുതകരമായ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവനെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ, സ്നേഹം, അവൻ നമ്മളിൽ എന്ത് ആഗ്രഹിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവം താൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവ വെളിപാടുകളിൽ നിന്ന് നൽകപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഇതിൽ ദൈവം കാണിച്ചു തന്നു, ദൈവം പറഞ്ഞു. ഷോൺ ആൻഡ് ടോക്ഡ്, ഈ ടോൾഡസ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട. ഇതിൽ കാണിച്ചു തന്ന കാര്യങ്ങളാണ് പ്രപഞ്ചം. അതുപോലെ തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചരിത്ര സത്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ക്രൈസ്തവ വിശ്വാസം അത് ചരിത്രത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അതുപോലെ അപ്പോസ്തലന്മാർ മുഖേന ലഭിച്ച ഉപദേശങ്ങൾ, തിരുവചനം നൽകപ്പെട്ട പ്രവചനങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം പരിഗണിക്കുകയുണ്ടായത്. ഇന്ന് നാം അല്പമായി പരിഗണിക്കാൻ പോകുന്നത് 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാം തന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല, സമയത്തിൻ്റെ കുറവുകൊണ്ട്. അതുകൊണ്ട് ചിലത് ചരിത്ര സത്യങ്ങൾ തന്നെയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം ചരിത്രത്തിൽ അത് സംഭവിച്ച ചരിത്ര സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ചരിത്രത്തിൽ നാം ഇന്ന് ഒക്ടോബർ 8, 2025 എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം നടന്ന അല്ലെങ്കിൽ ഒരു സംഭവമാണ്, ഒരു ആഴ്ചയിൽ നടന്നതാണ്, ഒരു വർഷത്തിൽ നടന്നതാണ് എന്നുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ, ഈ ഭൂമിയുടെ ചരിത്രത്തിൽ നടന്ന വസ്തുതയാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ ദൃക്സാക്ഷികൾ, കെട്ടുകഥകളല്ല. അപ്പോസ്തലനായ പത്രോസ് പറയും, ഞങ്ങൾ കെട്ടുകഥകൾമേൽ അടിസ്ഥാനത്തിലല്ല സുവിശേഷം പ്രസംഗിച്ചത്, ഞങ്ങൾ കണ്ടതും തൊട്ടതും അവരിൽ നിന്ന് കേട്ടതുമായ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ദൈവിക നിയോഗത്താൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാർ. ഒരുവൻ അപ്പോസ്തലനാകണമെങ്കിൽ അവൻ ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം, നിയോഗിക്കപ്പെട്ടവനായിരിക്കണം. മനുഷ്യരോ സംഘമോ സംഘാടകരോ അല്ല ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ 12 അപ്പോസ്തലന്മാരുണ്ട് എന്നുള്ളതും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ തിരുവചനത്തിൻ്റെ സാക്ഷ്യം, ഈ 66 പുസ്തകങ്ങൾ അത് എഴുതി സൂക്ഷിച്ച് അത് നഷ്ടപ്പെടാതെ വണ്ണം നമുക്ക് കിട്ടുവാനിടയായത് അതൊരു സാക്ഷ്യ പുസ്തകമാണ്. അതുപോലെ തന്നെ പ്രവചനങ്ങളുടെ നിവൃത്തി, കർത്താവ് യേശു ക്രിസ്തു പ്രവാചകന്മാർ പറഞ്ഞ, ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കർത്താവിൻ്റെ ജനനം, മരണം എന്നുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് പ്രവചന നിവൃത്തിയും മറ്റുള്ള ഒരു പുസ്തകങ്ങളില്ലാത്ത രീതിയിൽ ദൈവം നൽകിയ വേദപുസ്തകത്തിൽ ദൈവിക സത്യങ്ങൾ, പ്രവചനങ്ങൾ അത് അതേപടി നടന്നു. അതുകൊണ്ട് ഇനി നടക്കാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ദൈവം എപ്രകാരം അവനെ വിളിച്ച് വേർതിരിച്ച് രാഷ്ട്രമാക്കി ബൗണ്ടറീസ്, അവൻ്റെ അതിരുകൾ തിരിച്ചു കൊടുത്തുവോ അത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്നുള്ളതിന് പ്രവചനങ്ങളുടെ നിവൃത്തി അത് ഒരു അടിസ്ഥാനമായി നിലനിൽക്കുന്നു. അതുപോലെ ഇസ്രായേൽ എന്നുള്ളത് നമുക്ക് കാണാവുന്ന, തൊടാവുന്ന ഒന്നാണ് ഇസ്രായേൽ. ദൈവത്തിന് വിശ്വസ്തയോടുള്ള തെളിവാണ് ഇസ്രായേൽ. വാഗ്ദത്തങ്ങൾ, ഉടമ്പടികൾ ദൈവവും ഇസ്രായേലും നൽകി വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനങ്ങൾ ഒരുപാട് അടിസ്ഥാനങ്ങളിൽ മേൽ അത് പണിയപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 19 വായിക്കാനിടയായത്. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. നാം പണിയപ്പെടേണ്ടത് പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും അടിസ്ഥാനത്തിന്മേലായിരിക്കണം. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ ആ ക്രിസ്തു, അവനാണ് ഇന്ന് സഭയുടെ മൂലക്കല്ല്. ആ മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാർ എന്ന 12 പേരുടെ അടിസ്ഥാനത്തിൽ, ഒരു ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്.
അവന് രണ്ടാം അധ്യായത്തിൻ്റെ എഫേസ്യർ 2:19 വായിക്കുമ്പോൾ അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവൻ ആരാണ് എന്ന് ദൈവവചനത്തിനെ നിർവചിക്കുകയാണ്. ഇവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധരും സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനവും അത്രേ. ഇതിൽ കൂടുതൽ ഒരു നമ്മുടെ ചെവിയിൽ കേൾക്കാവുന്നതുണ്ട്, ഹൃദയത്തെ സ്പർശിക്കാവുന്ന വലിയ ഏതൊരു ഇൻഫർമേഷനുണ്ട്, ഏതൊരു വാർത്തയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഭയുടെ അംഗങ്ങൾ അവർ വിശുദ്ധന്മാരാണ്, സഹപൗരന്മാരാണ്, ദൈവത്തിൻ്റെ ഭവനമാകുന്നു. എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്. അവൻ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അല്ലാതെ ഈ കാണുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ മനോഹരമായ സൗധങ്ങളല്ല സഭ എന്ന് പറയുന്നത്. അത് മനുഷ്യരെ കൊണ്ട്, ഈ വിശ്വാസികളെ കൊണ്ട് പണിയുന്ന ഒരു സൗധം തന്നെയാണ്. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുവാണ്. ഇത് ഒന്നിച്ച് പണിയേണ്ട വിഷയങ്ങളാണ്. എന്നാൽ നാം ഇന്ന് കാണുന്നത് ഓരോ നാമധേയ ക്രൈസ്തവനും അവരുടേതായ അപ്പസ്തോലന്മാർ, അവരുടേതായ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ ബൈബിള്, അവരുടെ കുദാശകൾ അങ്ങനെ പോവുകയാണ്. ഇതൊന്നും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയായിട്ട്, തിരുവചനത്തിൻ്റെ സഭയായിട്ട് യാതൊരു അടിസ്ഥാനപരമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ വിഷയം ചരിത്ര സത്യങ്ങളാണ്. ചരിത്ര സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം. ഒന്ന്, യേശുവിൻ്റെ ജനനം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണം എന്ന് ഔഗസ്തസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറോന്യാസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് എന്ന പട്ടണം വിട്ടു. യഹൂദയിൽ ബെത്ലേഹം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭരണാധികാരികൾ, ആ സ്ഥലത്തിൻ്റെ പേര്, ദാവീദിൻ്റെ കുലം, അങ്ങനെ പോകുന്നു. ഇതൊരു ചരിത്ര വസ്തുതയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനം. അതുപോലെ തന്നെ കർത്താവിനെ കുറ്റം ചുമത്തി പീലാത്തോസ്, ഹെറോദാവ് ഇവർ വിസ്തരിച്ചു. അതിനുശേഷം ക്രൂശ് മരണത്തിനായി ഏൽപ്പിച്ചു. പീലാത്തോസ് ക്രൂശ് മരണത്തിനായി ഏൽപ്പിച്ചു. അത് ലൂക്കോസിൻ്റെ 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരു മരണത്തെ സംബന്ധിച്ച ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് പോലും ഇത് എതിർക്കാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രത്തിൽ അടിസ്ഥാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസമാണ്, സഭാവിശ്വാസമാണ്. പിന്നെ കള്ളന്മാരുണ്ട് എന്നുള്ളതും, സാത്താനുണ്ട് എന്നുള്ളതും, അവൻ്റെ പ്രവാചകന്മാരുണ്ട് എന്നുള്ളതും, അവൻ്റെ പിൻഗാമികളുണ്ട് എന്നും, അവനാണ് ഈ ലോകത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് അവനെ പിൻപറ്റുന്ന ആൾക്കാരും സഭകളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു വിഷയമാണ്. ചരിത്രത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു അവനെ കുറ്റം ചുമത്തി വിസ്തരിച്ച് അവനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പീലാത്തോസിൻ്റെ അവനെക്കുറിച്ചുള്ള ഒരു വിസ്താരം നമുക്ക് കാണാൻ കഴിയും. അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് പീലാത്തോസ്. അപ്പോൾ പീലാത്തോസ് എന്ന വ്യക്തി അത് റോമ സാമ്രാജ്യത്തിൻ്റെ ഗവർണറായിരുന്നു. അവൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. അവന് കുറ്റം വിധിക്കാനും മരണത്തിന് ഏൽപ്പിക്കാനും കഴിവുള്ള വ്യക്തിയായിരുന്നു. ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്ര വസ്തുതകളിന്മേൽ അടിസ്ഥാനപ്പെട്ട ഒരു വ്യക്തിയും അവൻ്റെ ശുശ്രൂഷയുമായിരുന്നു കാൽവരിയിലെ മരണം.
അപ്പോൾ അങ്ങനെ അതിൻ്റെ 22-ാം വാക്യത്തിൽ ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി. അവൻ കുറ്റം ചുമത്തിയാണ്, വാസ്തവത്തിൽ ശരിയല്ല. ഇവനെ ക്രൂശിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പീലാത്തോസിൻ്റെ സമ്മതം മാത്രം മതി. അതിൻ്റെ 3-ാം വാക്യത്തിൽ പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യന് കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. എന്നാൽ ഈ സത്യത്തിൻ്റെ മറവിൽ പീലാത്തോസ് യഹൂദന്മാരുടെ മതപണ്ഡിതന്മാരുടെ അന്നത്തെ സമ്മർദ്ദ നിമിത്തം അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു. അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പെന്തക്കോസ്ത് നാളിൽ പറയും, ഇത് മുന്നമേ ദൈവത്തിൻ്റെ മുൻ നിശ്ചയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്, അതിങ്ങനെ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഒരു ചരിത്ര വസ്തുത, ഒരു വ്യക്തി, റോമാ സാമ്രാജ്യം, അതിലെ ഗവർണർ, അവൻ ന്യായവിസ്താരം നടത്തി അവനെ ക്രൂശിക്കാൻ അവൻ വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹെരോദാവിൻ്റെ വിസ്താരം 21-ാം അധ്യായം തന്നെ ലൂക്കോസിൻ്റെ 7 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹെരോദാവിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു. പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ തക്കവണ്ണം അവന് ഹെരോദാവിൻ്റെ അടുത്തേക്ക് സംഭവിക്കും. അപ്പോൾ ഹെരോദാവ് എന്നുള്ള വ്യക്തി അത് വാസ്തവത്തിലൊരു ചരിത്ര പുരുഷനാണ്. അവനവൻ വിസ്തരിച്ചു എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനങ്ങൾക്ക് മാറ്റ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നു കാണാം എന്ന് ആശിച്ചിരുന്നു. അതിൻ്റെ 9-ാം വാക്യം ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. ഹെരോദാവ് തൻ്റെ പട്ടാളവുമായി അവനെ പരിഹസിച്ച് നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ പീലാത്തോസിൻ്റെ വിസ്താരം, പീലാത്തോസ് എന്ന വ്യക്തി, ചരിത്ര പുരുഷൻ, ഹെരോദാവ് ജെറുസലേമിലായിരുന്നു, അവൻ ഗലീലയുടെ അധിപതിയായിരുന്നു എന്നെല്ലാം നമുക്കറിയാം. അതുപോലെ 23-ാം അധ്യായത്തിന് 20 മുതൽ 24 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും പീലാത്തോസ് ക്രൂശമരണത്തിന് വിധിക്കാനുണ്ടായത്. അത് 20-ാം വാക്യത്തിൻ്റെ 20-24 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവനോട് വിളിച്ചു പറഞ്ഞു, അവരോ അവനെ ക്രൂശിക്കുക എന്ന് എതിരെ നിലവിളിച്ചു. അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായ ഒന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ച് ചോദിച്ചു. അവരുടെ നിലവിളി കേട്ടു. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. ഇത് വാസ്തവത്തിൽ 24-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഇത് ചരിത്ര സംഭവമാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് ഇത് ഫേബിൾസ് അല്ല, കെട്ടുകഥകളല്ല. ഇത് ചരിത്രത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിരുന്ന അന്നത്തെ ലോകത്തിൽ, ജെറുസലേമിൽ, ഇസ്രായേലിൽ, ദാവീദ് ഗൃഹത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചരിത്ര ദൃക്സാക്ഷികൾ, അതൊരു കെട്ടുകഥകളല്ല, ഇത് കണ്ട വിഷയമാണ് എന്നുള്ളത് നമുക്കറിയാം. സാക്ഷികളിൽ ഏറ്റവും ശക്തമായ സാക്ഷി ഞാൻ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പസ്തോല പ്രവർത്തികൾ 10-ാം അധ്യായമാണ് അതിനായിട്ട് ആധികാരികമായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തികൾ 10-ാം അധ്യായം 38 മുതൽ. നസറായൻ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അവൻ ചെയ്ത അത്ഭുതങ്ങൾ. അവൻ്റെ അധികാരം ഉപയോഗിച്ച് അവൻ ഈ കാര്യങ്ങൾ ചെയ്തു.
അതിൻ്റെ 39-ാം വാക്യം, യഹൂദ്യദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. ഇതൊരു ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഒരു ദിവസം ഒരു നാളുകളിൽ ചില നാളുകളിൽ നടന്ന ചരിത്ര സംഭവമാണ്. ഇവിടെ പറയുകയാണ് ഈ കാര്യങ്ങൾക്ക്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവനെ, യേശുക്രിസ്തുവിനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ 40-ാം വാക്യം, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. 43-ാം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നമുക്ക് ഒരുപാട് ഈ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വേദഭാഗം നമുക്ക് വളരെ പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്. ഒത്തിരി പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്. ഇന്ന് നാം പഠിക്കുന്നത് ഇത് ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് ഇസ്രായേലിൽ പ്രവചനപ്രകാരം, പഴയ നിയമപ്രവചനപ്രകാരം സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം, 2 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അതുകൊണ്ടാണ് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭ, ക്രൈസ്തവ വിശ്വാസം അത് നിർമ്മിത കഥകളല്ല. എന്നാൽ മതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ AD 700 വലിയൊരു മതം ഉണ്ടായി. അത് ഈ ദൈവവചനത്തിൻ്റെ, പ്രവാചകന്മാരുടെ ആ രീതി അനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ്. ഡോക്ടർ ജെ സ്മിത്ത് എന്ന അദ്ദേഹം, ഞാൻ അറിയത്തോടത്തോളം അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഡോക്ടർ ജെ സ്മിത്ത്, നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രവിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ മാറ്റമുണ്ടാകും. എങ്ങനെയാണ് ദുഷ്ടൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടയാകും. അപ്പോൾ അങ്ങനെ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നിർമ്മിത കഥകൾ പ്രമാണിച്ചിട്ടില്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഈ അപ്പസ്തോലന്മാർ. എത്രയോ നമുക്ക് വിശ്വസിക്കാവുന്ന ദൈവിക സത്യങ്ങളാണ്. അതിൻ്റെ 17-ാം വാക്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ അവൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മറുരൂപമലയിലെ ഒരു കാര്യം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഇത് വാസ്തവത്തിൽ സ്നാനത്തിൻ്റെ സമയത്തുണ്ടായ സംഭവമല്ല, ഞാൻ പറഞ്ഞ തെറ്റാണ്. ഇത് പർവ്വതത്തിൽ, കാർമേൽ പർവ്വതത്തിൽ സംഭവിച്ച കാര്യമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കെട്ടുകഥകളോ നിർമ്മിത കഥകളോ അല്ല, സാക്ഷാൽ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. 19-ാം വാക്യം, പ്രവാചകവാക്യവും 16 മുതൽ 18 വരെ വാക്യങ്ങൾ. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അവർ കണ്ടത്, തൊട്ടത്, കേട്ടത്, ഞങ്ങളവനോട് ഭക്ഷിച്ചത്, പുനരുദ്ധാനം ചെയ്ത കർത്താവിനോടുകൂടെ അവനെ തൊട്ടു, അവനെ
സംസാരിച്ചവനോട് ഭക്ഷണം കഴിച്ച് അവരാണ് അപ്പസ്തോലന്മാർ. അവരുടെ ഉപദേശങ്ങൾ തീർച്ചയായിട്ടും ഈ അപ്പസ്തോലന്മാരും അവരുടെ ഉപദേശങ്ങളും നമുക്ക് സഭയുടെ അടിസ്ഥാനമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം നിയോഗിച്ച അപ്പസ്തോലന്മാർ, ദൈവമാണ് അപ്പസ്തോലനെ നിയമിക്കുന്നത്, മനുഷ്യരല്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് കള്ള പ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും ഉണ്ട്. അവർ ദൈവം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കള്ളന്മാരാണെന്ന് പറയാനേ എനിക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. അവരുടെ വ്യക്തി ജീവിതങ്ങളോ അവരുടെ വ്യക്തി ഹത്യയോ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഇതിന് പ്രകാരം ദൈവം നിയോഗിച്ചവർ മാത്രമാണ് അപ്പസ്തോലന്മാർ. റോമാലേഖനം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ ദൈവം പൗലോസിനെ ജാതികളുടെ അപ്പസ്തോലനാക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പസ്തോലനായിരിക്കയാൽ. ജാതികളുടെ അപ്പസ്തോലൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. നമുക്കറിയാം 1 കൊറിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ യേശുക്രിസ്തു അടിസ്ഥാനമിട്ടവനാണ് പൗലോസ് അപ്പസ്തോലൻ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമിട്ടവനാണ് പൗലോസ് അപ്പസ്തോലൻ. നമുക്ക് 1 കൊറിന്ത്യർ 3-ാം അധ്യായം ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്ത വണ്ണം, ഒരു പൗലോസ് എഴുതുന്ന ലേഖനമാണ് 1 കൊരിന്ത്യർ ലേഖനം. എഴുതിയാണ്, എനിക്ക് പൗലോസിന് ലഭിച്ച ദൈവകൃപയ്ക്കൊത്ത വണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഇതൊരു പണിയാണ്. സുവിശേഷീകരണം എന്നുള്ളത് ഒരു പണിയാണത്. അത് ഒന്നിന്മേൽ ഒന്ന് പണിത് അതിൻ്റെ സൗധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവനാണ് മൂലക്കല്ല്. പിന്നെ അപ്പസ്തോലന്മാർ, അവരുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ, അങ്ങനെ കല്ലുകൾ കൂടിക്കൂടി എന്നതിൻ്റെ സൗധം പണിതുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം തീരാറായി എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ സൗധത്തിൻ്റെ ഭാഗവാക്കുകളാകുക എന്നുള്ളത്, വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ നമ്മളായിരിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ വിഷയമാണ്. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് ഒരുപാട് അടിസ്ഥാനങ്ങളായിരിക്കുകയാണ്. റോമൻ കത്തോലിക്ക സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ, അതുപോലെ തന്നെ ആംഗ്ലിക്കൻ സഭ, ആ സഭ, ഈ സഭ, നൂറായിരം. എന്നാൽ ഇത് കർത്താവ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ല. കാരണം ഒരു അടിസ്ഥാനമേ ഉള്ളൂ, ഒരു സഭയേ ഉള്ളൂ. എന്നാൽ അതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ 12-ാം വാക്യത്തിൽ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഇന്ന് പലരും പണിയുന്നത് വെറുതെ അത് തീയിൽ കൂടെ ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകുന്ന വെറും പുല്ലും വൈക്കോലും മരം കൊണ്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ 2 തിമോത്തിയുടെ ലേഖനം വായിക്കുമായിരുന്നു. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഓടുന്നവൻ അത് ക്രമപ്രകാരം ഓടണം, നിയമപ്രകാരം ഓടിയാൽ മാത്രമേ അവന് വിരുദ്ധ ലഭിക്കുകയുള്ളൂ, അവന് സമ്മാനം കിട്ടുകയുള്ളൂ. ഇന്ന് പലരും ചുമ്മാ ഓടുകയാണ്, ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഓടണമെങ്കിൽ ആ കളത്തിൽ കയറുമ്പോൾ നിയമപ്രകാരം ഓടണം. ആ നിയമപുസ്തകമാണ് വേദപുസ്തകം. സഭ എങ്ങനെയാണ്, സഭയുടെ അടിസ്ഥാനം എങ്ങനെയാണ് പണിയേണ്ടത്, എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരുപാട് സഭകൾ ഇന്ന് ചുമ്മാ വെറും പുല്ലും വൈക്കോലുമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ 13, 14, 15 വായിക്കൊണ്ട് വായിച്ചു കൊള്ളട്ടെ. ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനും രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടിയെന്ന പോലെ അത്രേ. അതുകൊണ്ട് നമ്മൾ എന്തിന്മേൽ പണിയുന്നു എന്നുള്ളതും പണിയണം. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. സുവിശേഷീകരണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് മൂലക്കല്ലായ കർത്താവായ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഉപദേശങ്ങൾ ആയിരിക്കണം. അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം
1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാലും അവനെങ്ങനെയാണ് അപ്പസ്തോലനായത്? മനുഷ്യരാലല്ല, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസ്. അതാണ് ശരിയായിട്ടുള്ള അപ്പസ്തോലൻ്റെ യോഗ്യത. ദൈവത്താൽ അവൻ അപ്പസ്തോലനായി തീരുകയാണുണ്ടായത്. അതുപോലെ തന്നെ എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യലേഖനം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസസിലുള്ള വിശുദ്ധന്മാരും യേശുക്രിസ്തുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ദൈവേഷ്ടത്താലാണ് പൗലോസ് അപ്പസ്തോലനായി തീർന്നത്. അതുപോലെ തന്നെ ദൈവേഷ്ടത്താൽ ആണ് എന്ന് എഫേസ്യർ 1-ാം വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സഭയെ സംബന്ധിച്ച മർമ്മം വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിനായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു പുതിയ നിയമോപദേശമാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. സഭ അത് എപ്പോഴാണ് ആരംഭിച്ചത് എന്ന്, സഭ ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ബന്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം വെളിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇതാണ്. ഈ മർമ്മമാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ഉപദേശം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 5-ാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ പുതിയ വെളിപ്പാട് അപ്പസ്തോലൻ മുഖാന്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആത്മാവിൽ വെളിപ്പെട്ട് വന്നതാണ്. അതാണ് ഈ മർമ്മം. എന്താണ്? ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിൻ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ഇത് എത്രയോ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ജാതികൾ സുവിശേഷത്താൽ. അപ്പോൾ സുവിശേഷം കേട്ടിട്ടാണ് ഒരു ജാതിയെ നിന്ന് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത്. യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുകൾ ഇസ്രായേലിൻ്റെ അവകാശമല്ല, വേറൊരു അവകാശമല്ല. യേശു ക്രിസ്തുവിലെ അവകാശികളാണ്. യേശു ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ഈ യേശു ക്രിസ്തു എന്ന ആ മൂലക്കല്ലിൽ വിശ്വസിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം. കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളും വാഗ്ദത്തങ്ങളും അതിന് പങ്കാളിത്തവും നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ഈ മർമ്മമായിട്ട് വെളിപ്പെട്ടത്. അത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ല. അത് പുതിയ നിയമ വെളിപ്പാടാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുവിൽ വിശുദ്ധ സഹോദരന്മാർക്കും എഴുതുന്നത്. അത് ദൈവേഷ്ടത്താലാണ് പൗലോസ് അപ്പസ്തോലനായത്. അതുപോലെ തന്നെ എൻ്റെ 23-ാം വാക്യം കൊളോസ്യ 1-ാം അധ്യായത്തിന് 23-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്: ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിലനിൽക്കും. അതുകൊണ്ട് ഈ അപ്പസ്തോലൻ സുവിശേഷത്താൽ അതിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഒരു പ്രത്യാശയുടെ വിഷയം നൽകിയിരിക്കുകയാണ്. ഒരു സ്ഥിരതയുള്ള അടിസ്ഥാനമിട്ട് തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, ശുശ്രൂഷ, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനെ അയച്ചു, സഭ സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്തുവിലാണ് നമുക്ക് അവകാശങ്ങളും പങ്കാളിത്തവും കിട്ടുന്നത്. ക്രിസ്തുവിൽ, സഭയിലല്ല, പഴയ നിയമത്തിലെ യഹൂദന്മാർക്കല്ല. ഇത് ക്രിസ്തുവിൽ
അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളത്, അത് വിശ്വാസത്തിലാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പരമപ്രധാനപ്പെട്ടതാണ്. അതുപോലെ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പസ്തലനായി ബോഷ്കല്ല പരമാർത്ഥത്തിന് പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് സാക്ഷാൽ അപ്പസ്തോലൻ. അവൻ്റെ ഉപദേശങ്ങൾ നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അടിസ്ഥാനമായിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 തിമോത്തിയോസ്, ഇതെല്ലാം പാസ്റ്റർ എപ്പിസൽസ് എന്ന് പറയുക, നമ്മുടെ സഭാശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഉള്ള വിഷയങ്ങളാണ്. 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബന്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. തിമോത്തിക്ക് എഴുതിയ ലേഖനമാണ്. ഇവനോട് പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൽ കഷ്ടതയുണ്ട്, ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവൻ്റെ അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. 11-ാം വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ പൗലോസ് പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ നിയമിക്കപ്പെട്ടവരുടെ ഉപദേശങ്ങളാണ്. എന്നാൽ ഇന്ന് ഓരോ നാമധേയ ക്രൈസ്തവ വിശ്വാസങ്ങൾ എത്രയോ 200 കോടിയിൽ പരം ജനങ്ങളുള്ള നാമധേയ ക്രൈസ്തവർ, അവർ ഈ പറയുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും കുലബന്ധവും പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ അടിസ്ഥാനങ്ങളിലേക്ക് നാം തിരിച്ചു വരണം, തിരുവചനത്തിലേക്ക് തിരിച്ചു വരണം, തിരുവൻ്റെ ദൈവത്തിലേക്ക്, അവൻ്റെ ദൈവ ഇഷ്ടപ്രകാരം അപ്പസ്തലന്മാരവരുടെ ഉപദേശങ്ങൾ കേട്ട് വിശ്വസിച്ച് നാം സഭയുടെ ചേരണം. ആ അടിസ്ഥാനങ്ങളിൽ നാം പണിയപ്പെടണം. നാം പണിയിൽ നമ്മൾ ഭാഗവാക്കുകൾ ആകുകയും വേണം. അതുകൊണ്ട് ഞാനിത് ഇവിടെ എൻ്റെ ഇന്നത്തെ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വിശ്വാസ സത്യങ്ങൾ, നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ പാപക്ഷമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വിചിന്തനം ചെയ്ത് തിരുവചനപ്രകാരം നാം ഈ അടിസ്ഥാനത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വാസം വഴി സഭയോട് ചേർന്ന് അനുഗ്രഹങ്ങളിലും നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടെ തന്നിരിക്കുന്ന അടിസ്ഥാനങ്ങൾക്കായിട്ട് സ്തോത്രം. നന്ദി പറയുന്നു. ഈ അടിസ്ഥാനത്തിൽ ഞങ്ങളും പണിയപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.